മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള 140 നിയോജക മണ്ഡലങ്ങൾ, 14 ജില്ലകൾ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കം കോൺഗ്രസ് ആരംഭിച്ചു കഴിഞ്ഞു. ഓരോ നിയമസഭാ സീറ്റും പ്രത്യേക പരിഗണന നൽകിയാണ് കോൺഗ്രസ് സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. 10 വർഷമായി അധികാരത്തിന് പുറത്താണ് കേരളത്തിൽ കോൺഗ്രസ്. ഇത്തവണ അധികാരം പിടിക്കണം. ആവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും പുറത്തെടുത്താണ് കോൺഗ്രസ് അതിന്റെ പടയോട്ടം ആരംഭിച്ചിരിക്കുന്നത്. പാറശാല നിയോജക മണ്ഡലം മുതൽ മഞ്ചേശ്വരം വരെയുള്ള മുഴുവൻ നിയോജക മണ്ഡലത്തിലും കോൺഗ്രസിന്റെയും UDF-ന്റെയും സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്കാണ് കോൺഗ്രസ് രൂപം നൽകുന്നത്. സംസ്ഥാനത്ത് അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് പിണറായി വിജയനും ഇടതുമുന്നണിക്കെതിരെയുമുള്ളത്. വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാക്കിയ, യുവാക്കൾക്ക് തൊഴിൽ ഇല്ലാതാക്കിയ, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരെ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നിർബന്ധിതരാക്കിയ, തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടമാക്കിയ, സർവമേഖലയിലും അഴിമതിയുടെ കൂത്തരങ്ങാക്കി മാറ്റിയ, ശബരിമല അയ്യപ്പന്റെ സ്വർണം വരെ കൊള്ളയടിച്ച സർക്കാരിനെതിരായ പ്രതിഷേധം വോട്ടായി മാറുമെന്ന ഉറച്ച പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത്. സമസ്ത മേഖലയിലും പരാജയപ്പെട്ട ഇടതുമുന്നണി സർക്കാരിനെ അധികാരത്തിന്റെ പാന്താവിൽ നിന്ന് മാറ്റി നിർത്തി കേരളത്തിൽ ഒരു സുസ്ഥിര ഭരണം ഉറപ്പുവരുത്താൻ, മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിച്ചു നിർത്താൻ കോൺഗ്രസിനല്ലാതെ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയില്ല എന്ന പ്രഖ്യാപനമാണ് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നത്. 2 തവണ കോൺഗ്രസ് അധികാരത്തിന്റെ പുറത്തു നിന്നപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് കോൺഗ്രസ് എന്താണെന്ന് ഇപ്പോൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. കേരളത്തിൽ ഇന്ന് കാണുന്ന വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്ന് മാത്രമേ ഉള്ളൂ: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. UDF ഭരിക്കുമ്പോഴാണ് കേരളത്തിൽ ഇത്രത്തോളം വികസനം ഉണ്ടായത്. UDF ഭരിക്കുമ്പോഴാണ് കേരളത്തിലെ സർവ്വജനങ്ങൾക്കും ഭരണത്തിന്റെ സുതാര്യത എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കേരളത്തിന്റെ ആരോഗ്യ രംഗത്ത്, കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത്, കേരളത്തിന്റെ സമഗ്ര രംഗത്തും വികസനത്തിന്റെ പുരോഗതിയുണ്ടായത് കോൺഗ്രസും UDF-ഉം കേരളം ഭരിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഇത്തവണ അധികാരം പിടിച്ചേ മതിയാവൂ. 10 വർഷമായി ജനവിരുദ്ധ, ജനാധിപത്യം ലംഘിക്കുന്ന ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ആ സർക്കാരിനെതിരായ വിധിയെഴുത്തുണ്ടാകണമെങ്കിൽ കോൺഗ്രസ് ശക്തിപ്പെടണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത്. കേരളത്തിലെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങൾക്കൊപ്പം തങ്ങൾ ഉണ്ടാകുമെന്ന പ്രഖ്യാപനമാണ് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നത്. വലിയ പ്രചരണ പ്രവർത്തനങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് വിജയിച്ചേ മതിയാവൂ. കാരണം കേരളം നിലനിൽക്കണമെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണം. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മാത്രമേ ഈ രാജ്യത്ത്, ഈ നാട്ടിൽ വികസനം ഉണ്ടാവുകയുള്ളൂ. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മാത്രമേ ഈ നാട്ടിൽ സാധാരണക്കാരന് നല്ല വിദ്യാഭ്യാസം ലഭിക്കൂ. സാധാരണക്കാരന്റെ നല്ല ആരോഗ്യ സുരക്ഷ ലഭിക്കണമെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പിനകത്ത് ആവനാഴിയിൽ എല്ലാ അസ്ത്രങ്ങളും പുറത്തെടുത്ത്, എല്ലാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും പുറത്തെടുത്ത കോൺഗ്രസ് പോരാട്ട ഭൂമികയിൽ ഇറങ്ങുകയാണ്. കോൺഗ്രസിന് ജയിക്കണം ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി. കോൺഗ്രസിന് ജയിക്കണം ഈ നാട്ടിലെ സ്ത്രീകൾക്ക് വേണ്ടി. കോൺഗ്രസിന് ജയിക്കണം ഈ നാട്ടിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി. കോൺഗ്രസിന് ജയിക്കണം ഈ നാട്ടിലെ പട്ടികജാതിക്കാരനും ആദിവാസിക്കും വേണ്ടി. കോൺഗ്രസിന് ജയിക്കണം ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി. കോൺഗ്രസിന് ജയിക്കണം ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി. അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് കോൺഗ്രസ് നടത്തുന്നത്. കോൺഗ്രസ് ജയിച്ച് അധികാരത്തിലേറിയാൽ നേരത്തെ കോൺഗ്രസ് ജയിച്ച സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയ, കർണാടകയിലും തെലങ്കാനയിലും ഹിമാചൽ പ്രദേശിലുമെല്ലാം നടപ്പാക്കിയ നിരവധിയായ പദ്ധതികൾ ഇത്തവണ കേരളത്തിൽ നടപ്പാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും കേരളത്തിലെ ജനങ്ങൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങാനുള്ള കാത്തിരിപ്പിലാണ്. വോട്ടർ പട്ടികയിലെ പേരുള്ള മുഴുവൻ വോട്ടർമാരും പോളിംഗ് ബൂത്തിലെത്തി. വോട്ടിംഗ് യന്ത്രം കയ്യിൽ കിട്ടുമ്പോൾ കൈപ്പത്ത് ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള തത്രപ്പാടിലാണ് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ.